മൂന്ന് നേതാക്കളുടെയും അതായത് ഇതാ 32 മുതൽ 36 വരെ MLA-മാരുടെ പിന്തുണ ഉണ്ട് എന്ന നിലയിലാണ് വി.ഡി. സതീശന്റെ അനുഭാവികൾ ഇപ്പോൾ പ്രധാനമായും ഒരു വാദം പുറത്ത് ഉന്നയിക്കുന്നത്. അതുമാത്രവുമല്ല, മുഖ്യമന്ത്രിയാക്കണം എന്നത് ഒരു പൊതുവികാരമായി മുന്നിൽ നിൽക്കുന്നു. അതായത് ഈ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഒരു വികാരം അതാണ്. മുസ്ലിം ലീഗിന്റെ പിന്തുണ വളരെ കൃത്യമായി വി.ഡി. സതീശനുണ്ട് എന്നതാണ്. ഒപ്പം ഘടകകക്ഷികൾ, അത് ഡാൻ നേരത്തെ സൂചിപ്പിച്ചു, അതായത് PJ ജോസഫ് വിഭാഗത്തിനോടടക്കം അഭിപ്രായം തേടിയപ്പോൾ ജയിച്ച, അതായത് നിലവിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച ഒരാൾ തന്നെ മുന്നണിയെ നയിക്കണം എന്നതാണ് അഭിപ്രായം എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോഴിതാ 32 മുതൽ 36 വരെ MLA-മാരുടെ പിന്തുണയുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു അപ്രമാദിത്വം അത് വ്യക്തമാകുമ്പോൾ ഈ സൂചിപ്പിക്കുന്ന പോലെ വി.ഡി. സതീശൻ പക്ഷത്തിന് ഇത്രയധികം പിന്തുണയുണ്ടോ എന്ന സംശയമാണ് ഉള്ളത്. മുന്നണിയെ മുന്നിൽ നിന്ന് നയിക്കുകയും ഇത്രയും വലിയ വിജയത്തിന് ആത്മവിശ്വാസം നൽകുകയും ചെയ്തത് വി.ഡി. സതീശൻ ആണ് എന്നാണ് അനുകൂലികൾ പറയുന്നത്. ഒപ്പം ഘടകകക്ഷികളുടെ പിന്തുണ. ഇനി നമ്മൾ മറ്റു പേരുകൾ കൂടി പരിശോധിക്കുമ്പോൾ അവിടെയാണ് KC വേണുഗോപാലും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെയും പേരുകൾ കൂടി വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. ഇവിടെ ഇതാ നമുക്ക് ഈ പട്ടികയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് പൂർണ്ണമായും ഒരു KC പിന്തുണ ലഭിക്കുന്നു, അതായത് ഭൂരിപക്ഷം പിന്തുണയും ലഭിക്കുന്നു എന്നത് തന്നെയാണ്. അവിടെയാണ് KC വേണുഗോപാലിന്റെ അനുഭാവികൾ പറയുന്നത് 43 MLA-മാരുടെ പിന്തുണ വളരെ കൃത്യമായുണ്ട്. അതൊരു പക്ഷേ 51 വരെ എന്ന നിലയിലേക്ക് എത്തിയേക്കാം. 46 MLA-മാരുടെ പിന്തുണയുണ്ട്, അത് 51 വരെ ലഭിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ്. ഈ രേഖയുടെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്നതാണ്. അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡിനും ദേശീയ നേതൃത്വത്തിനുമൊക്കെ സ്വീകാര്യനായിട്ടുള്ള ആൾ കൂടിയാണ് എന്നതാണ് ഇപ്പോൾ KC പക്ഷത്തിന്റെ ഒരു നിലപാട്. A ഗ്രൂപ്പിന്റെ പൂർണ്ണമായ ഒരു പിന്തുണ ഉണ്ട് എന്നതും പറയുന്നു. ഘടകകക്ഷികൾക്ക് നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പോൾ മുസ്ലിം ലീഗ് വി.ഡി. സതീശനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ പോലും KC വേണുഗോപാൽ എത്തുന്നതിനോട് ഘടകകക്ഷികൾക്ക് വിയോജിപ്പില്ല എന്നതുകൂടിയാണ് KC അനുഭാവികൾ അവരുടെ നിലപാടായി പറഞ്ഞിട്ടുള്ളത് എന്നതാണ്. ഇതോടൊപ്പം തന്നെ നമുക്ക് പരിശോധിക്കേണ്ടത് രമേശ് ചെന്നിത്തലയും മുൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആണ് അന്ന് LDF-ന്റെ ഭരണ തുടർച്ച, കോവിഡ് പോലെയുള്ള സാഹചര്യത്തിലാണ് ഉണ്ടായത്. അതല്ല എങ്കിൽ സ്വാഭാവികമായും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്നത് രമേശ് ചെന്നിത്തലയാണ് എന്ന് പറയുന്നു. ഇവിടെ സീനിയോറിറ്റിയും അതോടൊപ്പം തന്നെ പൊതു സ്വീകാര്യതയും പരിശോധിക്കേണ്ടതുണ്ട്. ഏറ്റവും മുതിർന്ന നേതാവ്, അതോടൊപ്പം തന്നെ ഒരു പൊതു സ്വീകാരനായിട്ടുള്ള ആൾ ആണ് എന്നതുകൂടിയാണ് രമേശ് ചെന്നിത്തലയുടെ ക്ലെയിം. 23 MLA-മാർ ഉണ്ട് എന്ന് പറയുമ്പോൾ IC ബാലകൃഷ്ണൻ ഉൾപ്പെടെ KC-ക്കൊപ്പമാണ് രമേശ് ചെന്നിത്തലയുടെ പേര് പറഞ്ഞിട്ടുള്ളത്. 8 MLA-മാർ നിലവിൽ ആരെയും പിന്തുണയ്ക്കുന്നില്ല എന്നതുകൂടിയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല വിഭാഗം ഉയർത്തിക്കാണിക്കുന്നത്. മുഖ്യമന്ത്രിയായി തന്നെ, അതായത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഉമ്മൻചാണ്ടിയോ രമേശ് ചെന്നിത്തലയോ എന്നതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട ചർച്ച. അവിടെയും പരിഗണിക്കപ്പെട്ട ഒരാളായിരുന്നു. അതുകൊണ്ട് ആ സീനിയോറിറ്റി കൂടിയൊക്കെ പരിഗണിച്ചുകൊണ്ട് കൃത്യമായി ഇടം നൽകണം രമേശ് ചെന്നിത്തലയ്ക്ക് എന്നതാണ്. ഇവിടെ ഇതിനിടയിലാണ്, അതായത് ഇത്തരം ക്ലെയിമുകൾ രമേശ് ചെന്നിത്തലയുടെയും വി.ഡി. സതീശന്റെയും KC വേണുഗോപാലിന്റെയും അനുഭാവികൾ മുന്നോട്ട് വയ്ക്കുമ്പോഴാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഡാൻ, ഇനിയിപ്പോൾ ഈ സൂചിപ്പിക്കുന്ന പോലെ MLA-മാരുടെ പിന്തുണയിൽ KC വേണുഗോപാലിന്റെ ഒരു ക്ലെയിം അല്ലെങ്കിൽ അവരുടെ അനുഭാവികളുടെ ക്ലെയിം ശരിവെക്കുന്ന തരത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ കേരളത്തിലുടനീളം ഉണ്ടാകുന്ന ഒരു പൊതുവികാരം, അതോടൊപ്പം ഘടകകക്ഷികളുടെ നിലപാടുകൾ, പാർട്ടിയുടെ മറ്റു നേതാക്കളുടെ നിലപാടുകൾ, ഇത് എല്ലാം ഹൈക്കമാൻഡിന് പരിഗണിക്കേണ്ടതായി വരികയാണോ? അപ്പോൾ സ്വാഭാവികമായും ആരിലേക്ക് എന്നത് കൂടുതൽ സങ്കീർണമാവുകയാണോ? അതായത് ഹൈക്കമാൻഡ് പ്രതിനിധികൾ മിനിഞ്ഞാന്ന് രാത്രിയാണ് തലസ്ഥാനത്തെത്തിയത്. അവർ എത്തിയതിനു ശേഷം ആദ്യം ചർച്ച നടത്തിയത് സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവായ, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം AK ആന്റണിയുമായാണ്. അവിടെയാണ് AK ആന്റണിയുടെ നിലപാടിന് ദേശീയ നേതൃത്വം എത്ര കണ്ട് വില മതിക്കുന്നു എന്നതിന്റെ പ്രസക്തി ഏറുന്നത്. AK ആന്റണി ചില നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അതൊരു സമവായ ഫോർമുലയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. മാത്രമല്ല, ആ നിർദ്ദേശങ്ങൾ സോണിയാഗാന്ധിയുമായും AK ആന്റണി സംസാരിക്കും എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആന്റണി സ്വീകരിച്ചിരിക്കുന്ന ആ നിലപാടിനൊപ്പം ഒരുപക്ഷെ ദേശീയ നേതൃത്വം നിൽക്കാനാണ് സാധ്യതയെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ഒരു തർക്കത്തിലേക്ക് കൊണ്ടുപോയി രംഗം വഷളാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നിട്ട് ഇത്രയും ദിവസമായി
അടുത്ത വ്യാഴാഴ്ചയ്ക്ക് മുമ്പെങ്കിലും സത്യപ്രതിജ്ഞ നടത്തണമെന്നതാണ് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അങ്ങനെയെങ്കിൽ ഞായറാഴ്ച മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചാൽ തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ സത്യപ്രതിജ്ഞ നടന്നേക്കുമെന്നുള്ള അനൌദ്യോഗികമായ സൂചനകളുമൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിനിടയിലാണ് ഈ വിവരങ്ങൾ കൂടി ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അവിടെ AK ആന്റണി സ്വീകരിക്കുന്ന നിലപാടായിരിക്കും ഈ വിഷയത്തിൽ സംസ്ഥാനത്ത് നിന്ന് ഹൈക്കമാൻഡ് പ്രധാനപ്പെട്ടതായി മുഖവിലക്കെടുക്കുക. അങ്ങനെയെങ്കിൽ ആന്റണി ഈ മൂവരിൽ ആരെ പിന്തുണയ്ക്കും? ആന്റണി ഏത് ഫോർമുല മുമ്പോട്ട് വെച്ചുകൊണ്ട് ഈ തർക്കത്തിന് ഒരു പരിഹാരം കാണാനുള്ള ഒരു സൊല്യൂഷനായിരിക്കും ദേശീയ നേതൃത്വവുമായി ചർച്ച ചെയ്ത് പങ്കുവെക്കുക എന്നതുകൂടി നിർണായകമായി മാറും. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇങ്ങനെയൊരു തർക്കത്തിലേക്ക് ഇത് വഴിമാറിയ പശ്ചാത്തലത്തിൽ സോണിയാഗാന്ധി എടുക്കുന്ന നിലപാടായിരിക്കും ഇതിൽ വിധി കൽപ്പിക്കുന്ന തരത്തിലേക്ക് എത്തുക എന്നത് ഉറപ്പായിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.